ആവേശങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഒന്നിച്ചു നിന്ന് എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. പതിറ്റാണ്ടുകളായി നടക്കുന്ന കുടമാറ്റമാണ്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരമില്ല എന്ന് പറയുമെങ്കിലും ഏറ്റവും വലിയ മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ കുടമാറ്റത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഓരോ വർഷവും നാം കണ്ടിട്ടുള്ളത്. ഏറ്റവും ആധുനികമായ ടെക്നോളജികൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുടയിലും പരമാവധി ഏത് നിലയിൽ എത്രമാത്രം ആഡംബരം കാണിക്കാൻ കഴിയുമോ അതെല്ലാം ഇരു വിഭാഗങ്ങളും പല തവണകളിലായി കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തെക്കേ ഗോപുര നടയ്ക്ക് മുൻപിൽ അണിനിരക്കുന്ന ആളുകൾ ഓരോ കുടമാറ്റം നടക്കുമ്പോഴും ആവേശത്തോടുകൂടിയും ആർപ്പുവിളികളോടുകൂടിയും അതിനെ ഏറ്റെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. സമകാലിക വിഷയങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും വരെ കുടമാറ്റത്തിൽ ചർച്ചയായിട്ടുണ്ട്, അത് വിവാദങ്ങളായിട്ടുണ്ട്. അങ്ങനെ കുടമാറ്റം തൃശ്ശൂരിൻ്റെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മാത്രം ഒരു വിഷയമല്ല, അത് സമകാലിക വിഷയങ്ങളാകുന്നു, രാഷ്ട്രീയ വിഷയങ്ങളാകുന്നു. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒരുപക്ഷെ കുടമാറ്റം പലപ്പോഴും വേദിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെല്ലുകുലച്ച് നിൽക്കുന്ന രാമനെ നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയെയും ഒക്കെ കുടമാറ്റത്തിൽ നമ്മൾ കണ്ടതാണ്. തിരുവമ്പാടിയും പാറമേക്കാവും ഓരോ വർഷവും അവതരിപ്പിക്കുന്ന കുടമാറ്റത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതകൾ തന്നെയാണ് ഈ കുടമാറ്റത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇത്തവണ മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് കുടമാറ്റം സമയം പരിമിതപ്പെടുത്തി 15 മിനിറ്റിലേക്ക് മാത്രം ചുരുക്കിയിട്ടുള്ളത്. ആ 15 മിനിറ്റിനപ്പുറം ഇത് നീളുമോ എന്നുള്ളതും ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നിലവിൽ ഓരോ കുടമാറ്റത്തിനും ഓരോ പാറമേക്കാവിനും അതോടൊപ്പം തന്നെ തിരുവമ്പാടിക്കുമായി അണിനിരക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 50 സെറ്റ് കുടകളാണ്. 50 സെറ്റ് കുടകൾ ഏറ്റവും ചുരുങ്ങിയതാണ്. അത് പലപ്പോഴും ഇരു ദേവസ്വങ്ങളും 60, 70, 80 ഒക്കെ പിന്നിട്ട് പോയിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ഒരു കുട എന്നുള്ളത് 14, 15 ആനപ്പുറത്തായി ഇരുവശത്തു നിന്ന് കണക്കാക്കുമ്പോൾ ഒരു സെറ്റ് കുടയ്ക്ക് മാത്രം വേണ്ടി വരുന്നത് 15 കുടകളാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ കണക്കാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 50 സെറ്റ് കുടകൾ ഒരു സംഘത്തിന് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം, തിരുവമ്പാടിക്കോ പാറമേക്കാവിനോ മാത്രം ഏറ്റവും ചുരുങ്ങിയത് 750 കുടകളെങ്കിലും ഓരോ വർഷവും പുതുതായി നിർമ്മിക്കേണ്ടതുണ്ട്. കുടമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ തൃശ്ശൂർ പൂരത്തിനിടെ ഉപയോഗിക്കുന്ന കുടകളാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കും പിന്നീട് ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും ഒക്കെ ഭാഗമായി ഉപയോഗിക്കുന്നതെങ്കിലും അത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അതൊരു വരുമാന മാർഗമെന്നുള്ള നിലയിൽ വാടകയ്ക്കും മറ്റും നൽകാറുണ്ട്. പക്ഷേ അടുത്ത പൂരത്തിന് ഏറ്റവും പുതിയ കുട തന്നെയായിരിക്കും, ഏറ്റവും പുതിയ കുട തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇരു വിഭാഗങ്ങളും കുടമാറ്റത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ കുടമാറ്റം ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ചെയ്യുന്നത് പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിലാളികളുണ്ട്. പാറമേക്കാവ് വിഭാഗത്തിനായും അതോടൊപ്പം തന്നെ തൊഴിലാളികളെന്ന് അവരെ വിളിക്കാൻ പറയില്ല, കലാകാരന്മാരാണ് കുടമാറ്റത്തിനായി ഭാഗമാകുന്നത്. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഒക്കെ കുടമാറ്റത്തിന് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ പരമ്പരാഗതമായി അത് ചെയ്തു വരുന്ന ശീലമുള്ള കലാകാരന്മാരുണ്ട്. അവരുടെയൊക്കെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ്, ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ് ഈ കുടമാറ്റത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും ഓരോ കുടകളും നിർമ്മിച്ച് മാറ്റുമ്പോൾ മത്സരമില്ല എന്നവർ പറയാറുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും വലിയ മത്സരബുദ്ധിയോടുകൂടി ഈ തൃശ്ശൂർ പൂരത്തിൽ ഇരു വിഭാഗങ്ങളും അണിനിരക്കുന്നത്. ഒന്ന് ഈ കുടമാറ്റമാണെങ്കിൽ നമുക്കറിയാം, രണ്ടാമത് വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ടിന് ഇത്തവണ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ ചെയ്തു പോയിരിക്കുന്നത്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം വെടിക്കെട്ടുകൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും ആചാരപരമായി സാമ്പിൾ വെടിക്കെട്ടിന് പകരം അതിനെ പൊട്ടിച്ച് നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഇന്ന് കുടമാറ്റം കഴിഞ്ഞ് പുലർച്ചെ നടക്കുമ്പോൾ അവിടെയും അതിനെ പൊട്ടിച്ച് വെടിക്കെട്ട് നടത്തും. പക്ഷേ കുടമാറ്റം അത് പരിമിതപ്പെടുത്തിയെങ്കിലും അതിൻ്റെ സമയദൈർഘ്യം കുറച്ചെങ്കിലും ആ കുടമാറ്റത്തിൽ നിന്നും പിന്മാറാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ദേവസ്വങ്ങളോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള നടന്ന ആലോചനയിലോ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ പരമാവധി ഒരു മണിക്കൂറും 1.5 മണിക്കൂറുമൊക്കെ നീണ്ടു പോകാറുള്ള കുടമാറ്റം അത് 15 മിനിറ്റാക്കി ചുരുക്കാനാണ് ദേവസ്വങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തെക്കോട്ടിറക്കമാണ്. തെക്കോട്ടിറക്കത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. തിരുവമ്പാടി ദേവസ്വം അവിടെ നിന്നും എഴുന്നള്ളി തിരുവമ്പാടി ഭഗവതിയുമായി എഴുന്നള്ളിയെത്തി നായ്ക്കനാലിൽ പാണ്ടിമേളം കൊട്ടി, പടിഞ്ഞാറേ നടയിൽ പാണ്ടിമേളം കൊട്ടി വടക്കുന്നാഥനെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും വടക്കുന്നാഥനിൽ നിന്ന് ഇറങ്ങുന്ന തെക്കേ ഗോപുര നട വഴി ഇറങ്ങുന്ന ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇറക്കത്തിനെ പറയുന്നതാണ് തെക്കോട്ടിറക്കം. ആ തെക്കോട്ടിറക്കം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന തിരുവമ്പാടി വിഭാഗത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മറുവശത്ത് പാറമേക്കാവ് വിഭാഗം നേരത്തെ തന്നെ ഇലഞ്ഞിത്തറമേളം പൂർത്തിയാക്കിയിരുന്നു. ഇലഞ്ഞിത്തറമേളം നമ്മൾ കണ്ടതാണ്. 2.5 മണിക്കൂറോളം നീണ്ടു നിന്ന് താളവിസ്മയം. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 300ഓളം കലാകാരന്മാർ അണിനിരന്ന ഒരു സംഗീത സിംഫണി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഗീത സിംഫണിയായി അറിയപ്പെടുന്ന ഒരു കലാപ്രകടനമാണ് ഒരു പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇലഞ്ഞിത്തറമേളം. 300-ലധികം കലാകാരന്മാർ ഒരേ നിലയിൽ ഒരുങ്ങി നിന്നുകൊണ്ട് 2.5 മണിക്കൂറോളം പല കാലങ്ങൾ കൊട്ടിക്കയറി താളവിസ്മയങ്ങൾ തീർക്കുന്ന, മേളപ്പെരുക്കങ്ങൾ തീർക്കുന്ന ഇലഞ്ഞിത്തറമേളം പൂർത്തീകരിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗം നേരത്തെ തന്നെ കുടമാറ്റത്തിന് തയ്യാറെടുത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊച്ചി രാജാവിൻ്റെ പ്രതിമയിൽ ഹാരമർപ്പിച്ച് അവർ തിരികെ എത്തിയാണ് ഒരു ഭാഗത്ത് അണിനിരക്കുന്നത്. അതിനുശേഷമായിരിക്കും തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കുടമാറ്റത്തിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ പാറമേക്കാവ് വിഭാഗത്തിൻ്റെതായിട്ടുള്ള രാജാവിൻ്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുന്നതിനായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ തെക്കേ ഗോപുരനടയും അതോടൊപ്പം തന്നെ തേക്കിൻകാട് മൈതാനവും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന് ഏകദേശം 3/4 മണിക്കൂറോളം സമയം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, മീഡിയ പാസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും അത്രയും ആളുകൾക്കിടയിലൂടെയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞ. അത്രയും വലിയ ജനസഞ്ചയം തന്നെ തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട്. ആ ദുരന്തത്തിൻ്റെ വിഷമവും ദുഃഖവുമൊക്കെ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ആ പൂരത്തിൻ്റെ ആവേശത്തിന് അതൊട്ടും കുറയ്ക്കുന്നില്ല. പൂരപ്രേമികൾ, ഉത്സവപ്രേമികൾ, തൃശ്ശൂരിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വിദേശികളും ഇതര സംസ്ഥാനക്കാരും കേരളത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളും അടക്കം തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തുന്ന മനോഹരമായ ദൃശ്യങ്ങൾ, അവിടെ അണിനിരക്കുന്ന കുടമാറ്റം കാണാൻ അണിനിരക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ പൂരപ്പറമ്പ് എന്നുള്ള വാചകം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥ പൂരപ്പറമ്പെന്ന് പറയുമ്പോൾ അത് കാട്ടിത്തരാൻ കഴിയുന്നതാണ് തേക്കിൻകാട് മൈതാനം. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള ഈ മൈതാനമാകെ നിറഞ്ഞു കവിയുന്ന നിലയിൽ ആളുകൾ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഒഴുകിപ്പരക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുക. പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു ആഘോഷം. അത് ആഘോഷം എന്നുള്ള നിലയിൽ ഇത്തവണ പറയാൻ കഴിയില്ലെങ്കിലും ആചാരമായും അത് ആ നിലയിൽ ഒരു പരമ്പരാഗതമായി നടന്നു വരുന്ന പൂരമായും അത് കണക്കാക്കുമ്പോൾ ഈ പൂരത്തിൻ്റെ എല്ലാ പ്രൗഢിയും നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.